blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും ഇതേ സമയത്ത് ഇതേ ചാനലിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം വീക്ഷിക്കാം. ഇതിനു മുൻപുള്ള ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത 100 സ്പോൺസേഴ്സിന്, പാർട്ട്നേഴ്സിന്, വെൽവിഷേഴ്സിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ. മാത്രമല്ല, ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നും രാജേന്ദ്ര കുമാർ. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൾ ദേവിയാനയുടെയും ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ടു ബോത്ത് ഓഫ് യു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത 2 പേരെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഈ ഒരു പുതിയ വർഷം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. അതോടൊപ്പം കർത്താവേ, ഞങ്ങൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കമ്പനിയായ അറേബ്യൻ റീച്ച് കമ്പനിയെ കർത്താവെ ബിസിനസ്സിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കമ്പനിയുടെ എല്ലാ സാമ്പത്തിക ബാധ്യതകളും മാറിപ്പോകട്ടെ. ദുബൈയിൽ ഏറ്റവും വെൽ നോൺ ആയൊരു കമ്പനിയായി അത് വളരുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജേന്ദ്രനെയും തൻ്റെ ഭാര്യ ഇവേറ്റയെയും ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ അനുഗ്രഹമുണ്ടാകട്ടെ. ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ മാറിപ്പോകട്ടെ. കാലിക്കറ്റിലും ദുബൈയിലും അവർക്ക് കർത്താവ് ഭവനങ്ങളെ നൽകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകൾ ദേവിയാനയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ല ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം കർത്താവ് കൽപ്പിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അമ്മ ഇന്ദിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്കും ആരോഗ്യം നൽകണമേ, സകല നന്മകളാലും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരി ഷീലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ആരോഗ്യം, അതുപോലെ കർത്താവെ ഇയർ ഇംബാലൻസിൻ്റെ പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്പോണ്ടിലൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഷീല എന്ന സഹോദരിയുടെ കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെയും സകല രോഗങ്ങളും മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. Today I'm going to bring the mother of Jesus to you. ഇന്ന് യേശുവിന്റെ അമ്മയെ ഞാൻ പരിചയപ്പെടുത്തുന്നു. Let us read Luke chapter 1. നമുക്ക് ഒരുമിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 1 verses 26, 27 and 28. 26, 27, 28 വചനങ്ങൾ. In the 6th month of Elizabeth's pregnancy, God sent the angel Gabriel to Nazareth, a town in Galilee. 6 മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ ഗലീലയിലെ ഒരു പട്ടണമായ നസറേത്തിൽ to a virgin pledged to be married to a man named Joseph, a descendant of David. The virgin's name was Mary. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യോസെഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ഒരു കന്യകയുടെ അടുക്കൽ അയച്ചു. The angel went to her and said,
greetings, you who are highly favored, the Lord is with you. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. What a privilege. ഓ, എന്തൊരു വലിയൊരു യോഗ്യത. I have heard like this. ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. In those days, അന്നത്തെ കാലഘട്ടത്തിൽ, because of the prophecy of Isaiah and other prophets, യെശയ്യാവിന്റെയും മറ്റ് പ്രവാചകന്മാരുടെയും പ്രവചനങ്ങൾ മുഖാന്തരം many Jewish girls, they knew one thing: the savior of the mankind will be coming through a virgin. അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, യഹൂദ നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ഈ മശിഹ വരുന്നത് ഒരു കന്യകയിൽ നിന്നായിരിക്കും. Because everything about Messiah's birth, life, ministry, death, burial, resurrection, ascension, everything was recorded in the Holy Scriptures. കാരണം തിരുവെഴുത്തുകളിൽ ഈ വരുന്ന മശിഹയുടെ ജനനവും അവന്റെ വളർച്ചയും ക്രൂശീകരണവും മരണവും അടക്കവും പുനരുദ്ധാനവും സ്വർഗാരോഹണവും എല്ലാം തിരുവെഴുത്തുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. So Messiah had to come through a virgin. അങ്ങനെ മശിഹ ഒരു കന്യകയിൽ നിന്നാണ് ജന്മം എടുക്കേണ്ടത്. So many virgins in those days in the land of Palestine, they were praying, Lord God, send the Savior in my womb. അന്നത്തെ കാലഘട്ടത്തിലെ വലിയൊരു കൂട്ടം കന്യകമാർ, പലസ്തീൻ നാട്ടിലെ കന്യകമാർ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, ആ മശിഹയെ എൻ്റെ ഉദരത്തിൽ നിന്ന് ജന്മം കൊടുക്കാൻ സഹായിക്കണമേ. Father, I am the candidate. I love to conceive the baby Savior in my womb. പിതാവേ, ഞാനൊരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്, എൻ്റെ ഉദരത്തിനകത്ത് ആ മശിഹയെ ജന്മം നൽകുവാൻ സഹായിക്കണമേ. But Mary had no expectation. പക്ഷെ മറിയയ്ക്ക് ഒരു പ്രതീക്ഷയും She ഉണ്ടായിരുന്നില്ല. was a so humble virgin. അവൾ വളരെ താഴ്മയുള്ള ഒരു കന്യകയായിരുന്നു. And because she had no expectation, and because she knew that she was not deserving to bear the Savior in her womb, that she became the right candidate. അവൾക്ക് അതിനുള്ള പ്രതീക്ഷ ഇല്ലാതിരുന്നത് കൊണ്ടും അവൾക്ക് മശിഹയെ ഉദരത്തിൽ വഹിക്കുവാനുള്ള യോഗ്യത ഇല്ല എന്ന് ചിന്തിച്ചത് കൊണ്ടും അവൾ തന്നെ അതിനുള്ള കക്ഷിയായി, അതിനുള്ള വ്യക്തിയായി ദൈവം തിരഞ്ഞെടുത്തു. Hallelujah. Hallelujah. Now angel Gabriel came to her and greeted like this: greetings, you who are highly favored. ഇതാ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ അടുക്കൽ വന്ന് ഇപ്രകാരം പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. Hallelujah. Hallelujah. Now chapter 2 verse number 14. ലൂക്കോസ് സുവിശേഷം തന്നെ 2-ാം അധ്യായം 14-ാം വചനത്തിൽ, Glory to God in the highest heaven, and on earth peace to those on whom his favor rests. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. This was after the birth of Jesus. ഇത് യേശുവിന്റെ ജനനത്തിന് ശേഷമായിരുന്നു. Now what is happening now? ഇവിടെ എന്ത് സംഭവിക്കുന്നു? Mary received the favor of the Most High God. മറിയ അത്യുന്നതനായ ദൈവത്തിൽ നിന്നുള്ള പ്രീതി ലഭിച്ചു. And she had the privilege to bear the child. അവൾക്ക് ആ കുഞ്ഞിനെ വഹിക്കുവാനുള്ള ഒരു യോഗ്യത കിട്ടി. And through that baby boy, what happened was all people who had the favor of the Lord received peace from God. അങ്ങനെ ആ കുഞ്ഞ് ആൺകുട്ടി മുഖാന്തരം ദൈവപ്രസാദമുള്ള സകല ആളുകൾക്കും സമാധാനം ലഭിച്ചു. Hallelujah. Hallelujah. See how the favor is coming. നോക്കൂ എങ്ങനെയാണ് ദൈവത്തിന്റെ ഈ അനുകൂലത വരുന്നതെന്ന്. Even in our lives, നമ്മുടെ ജീവിതത്തിലും we receive the favor of the Lord ദൈവത്തിന്റെ പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നത് through Jesus Christ, the Son of Mary. മേരിയുടെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. Hallelujah. Hallelujah. I will talk more about that. ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും പിന്നീട് പറയാം Later, but before that, പക്ഷെ അതിനു മുൻപ് I want to bring another Bible character to you. ഞാൻ മറ്റൊരു ബൈബിളിലെ കഥാപാത്രത്തെ നിങ്ങൾക്ക് കാണിക്കാം. And this Bible character is Daniel. ഈ കഥാപാത്രത്തിന്റെ പേര് ദാനിയേൽ എന്നാണ്. Hallelujah. Hallelujah. Everybody say Daniel. എല്ലാവരും പറയൂ ദാനിയേൽ. Daniel chapter 1 verse number 9. ദാനിയേലിന്റെ പ്രവചനം 1-ാം അധ്യായം 9-ാമത്തെ വചനം. The Bible says, now God had brought Daniel into favor and tender love with the prince of the eunuchs.
9-ാമത്തെ വചനം, ഉദ്യോഗസ്ഥ മേധാവിയുടെ ദൃഷ്ടിയിൽ ദാനിയേലിന് കൃപയും കരുണയും ലഭിക്കുവാൻ ദൈവം ഇടവരുത്തി. Hallelujah. Hallelujah. Daniel had the favor of the Lord. ദാനിയേലിന് ദൈവത്തിന്റെ പ്രസാദമുണ്ടായി. And because of the favor of the Lord, ആ പ്രീതി മുഖാന്തരം Daniel received favor from his masters. അവന്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും അവന്റെ മേലധികാരികളിൽ നിന്നും അവന് പ്രീതി ലഭിച്ചു. I believe you know that Daniel was a captive boy in a foreign nation. നിങ്ങൾക്കറിയാമല്ലോ, മറ്റൊരു ദേശത്ത്, ഒരു പ്രവാസ ദേശത്ത് അവനൊരു അടിമ ബാലനായിരുന്നു. He was from another race. അവൻ മറ്റൊരു വംശത്തിൽ നിന്നുള്ളവനായിരുന്നു. There was a lot of racial discrimination in that place. അന്നത്തെ കാലഘട്ടത്തിൽ വംശ അധിക്ഷേപവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. And they were suffering. അവർ കഷ്ടപ്പെടുകയായിരുന്നു. All people of Israel were suffering. They were tormented in the land. എല്ലാ ഇസ്രായേൽ മക്കളും ഈ പരദേശത്ത് വളരെയധികം യാതന അനുഭവിക്കുകയും പീഡനം അനുഭവിക്കുകയും ചെയ്തു. People of God were hated in Babylon. മാത്രമല്ല ബാബിലോണിൽ ഈ ദൈവജനം വെറുക്കപ്പെട്ടവരായിരുന്നു. So there was no reason why they had favor upon Daniel. അങ്ങനെ ആ ജനത്തിൽ നിന്നും ദാനിയേലിന് പ്രീതി ലഭിക്കേണ്ട ഒരു കാരണവുമില്ല. വളരെ സ്പെഷ്യലായി ഒരു കാര്യം പറയുവാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ ലോകം എമ്പാടും അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കത്തുകളിലൂടെയും അല്ലാതെയും സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കർത്താവിനോട് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇതിനെ സ്പോൺസർ ചെയ്യുവാൻ 100 കണക്കിന് പേർ എല്ലാ ദിവസവും മുന്നോട്ട് വരുന്നതും വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തന്നെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ 1000ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ബ്ലെസ്സിങ് ടുഡേയിലെ ടീം പല പ്രാവശ്യം ഇരിക്കുകയും പ്ലാൻ ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി മാറ്റാം എന്ന് ഇപ്പോൾ ചിന്തിക്കുകയും അതുപോലെ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, നിങ്ങൾ തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല നിർദ്ദേശങ്ങളുണ്ടായിരിക്കും, സജഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഈ പ്രോഗ്രാം കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനൊരു വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും, വളരെ വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത ഒരാഴ്ചക്കകം ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ എത്തത്തക്ക രീതിയിൽ കത്ത് വഴിയായോ അല്ലെങ്കിൽ SMS വഴിയായോ ഫോൺ വിളിച്ചോ അതല്ലെങ്കിൽ suggestions@blessingtoday.tv എന്ന ഇമെയിലായിരിക്കും വളരെ എളുപ്പം. അത് സാധിക്കുന്ന എല്ലാവരും അത് ചെയ്യുക. വേഗത്തിൽ തന്നെ നമുക്ക് അത് ഡിസ്ക്രിപ്റ്റീവായി നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഗണിച്ച് അതിൽ സാധിക്കാവുന്നതെല്ലാം ചെയ്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കൂടുതൽ പേർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക. I have a message for you. എനിക്കൊരു സന്ദേശം പറയാറുണ്ട്. You may be among so many enemies. ഒരുപക്ഷെ നിങ്ങൾ ശത്രുക്കളുടെ ഇടയിലായിരിക്കാം. You may be living among the people who hate you. നിങ്ങളെ വെറുക്കുന്നവരുടെ ഇടയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. But because of the favor of the Lord, പക്ഷേ ദൈവത്തിന്റെ അനുകൂലത മുഖാന്തരം people will start loving you. ആളുകൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും. They cannot stop you. അവർക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. Hallelujah. 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 Why did he have the favor of the Lord? എന്തുകൊണ്ട് ദാനിയേലിന് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു? If you study the book of Daniel, നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം പഠിച്ചാൽ this boy was a prayerful boy. ഈ ബാലൻ ഒരു പ്രാർത്ഥിക്കുന്ന ബാലനായിരുന്നു. From his childhood, അവന്റെ ചെറുകാലം മുതലേ he used to pray a lot. അവൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. 3 times a day. ഒരു ദിവസം 3 നേരം. 1 hour in the morning, രാവിലെ 1 മണിക്കൂർ. 1 hour in the afternoon, ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ. 1 hour in the evening, വൈകുന്നേരം 1 മണിക്കൂർ. 3 hours he used to pray before the Lord. 3 മണിക്കൂറുകൾ താൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. Hallelujah. Hallelujah. Not because there were any problems in his അവിടെ life. തന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല. Many people think that we should pray when there are problems around. ചില ആളുകൾ
ചിന്തിക്കുന്നു, ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കണം. No, 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 no. അല്ലല്ല. Prayer should be our lifestyle. പ്രാർത്ഥന നമ്മുടെ ജീവിത It ശൈലിയായിരിക്കണം. should be a part of our breathing. നമ്മുടെ ജീവശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കണം. Hallelujah. Hallelujah. So this young man, Daniel, drew himself near to God. ഈ ദാനിയേൽ എന്ന ചെറുപ്പക്കാരൻ തന്നെ തന്നെ ദൈവത്തിന്റെ അടുക്കലേക്ക് ചേർത്ത് വെച്ചു. Hallelujah. Hallelujah. Now what happened? എന്ത് സംഭവിച്ചു? The favor of the Lord started flowing through his spirit. തന്റെ ആത്മാവിലൂടെ ദൈവത്തിന്റെ അനുകൂലത ഒഴുകുവാൻ തുടങ്ങി. And when you have the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ you will start expecting bigger things in life. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. So many people in the world are very negative minded. ഇന്നത്തെ ലോകത്തിൽ പല ആളുകളും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയുള്ളവരാണ്. They think and they talk one thing, nothing good is going to happen in my life. അവര് എപ്പോഴും ചിന്തിക്കുകയും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ ഒന്നും നല്ലത് നടക്കാൻ പോകുന്നില്ല. But this Daniel was not like that. പക്ഷേ ഈ ദാനിയേൽ അങ്ങനെയുള്ളവനായിരുന്നില്ല. Even though he was living in an enemy country, അവനൊരു ശത്രു രാജ്യത്ത് താമസിക്കുമ്പോഴും, even though he was a captive boy, അവനൊരു അടിമബാലനായിരുന്നപ്പോഴും, because of the God to whom he was praying, he expected great things to come in his life. അവൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരുന്നുകൊണ്ട് തന്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ അവൻ പ്രതീക്ഷിച്ചു. He had a healthy attitude. അവന് ആരോഗ്യകരമായ മനസ്ഥിതി ഉണ്ടായിരുന്നു. So regardless of the surroundings, regardless of the adverse circumstances, he had expectancy because of God. തന്റെ ചുറ്റുപാടുകൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും വിരുദ്ധമായി അവന് ദൈവത്തിൽ നിന്നും വലിയ കാര്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. Hallelujah. Hallelujah. Your faith can please God. നിങ്ങളുടെ വിശ്വാസത്തിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. If you have faith in God, ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ you will speak to him. നിങ്ങൾ അവനോട് സംസാരിക്കും. And in your heart, നിങ്ങളുടെ ഹൃദയത്തിൽ you will have hope. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകും. You will have great expectation about your future. വലിയ വലിയ പ്രത്യാശ, നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയും ഭാവിയെക്കുറിച്ച് ഉണ്ടാകും. Hallelujah. Hallelujah. And in his life, അവന്റെ ജീവിതത്തിൽ he had to face many adverse circumstances also. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. Hallelujah. Hallelujah. In your life, നിങ്ങളുടെ ജീവിതത്തിൽ right now, ഇപ്പോൾ you may be facing some tough situations. ഒത്തിരി വൈഷമ്യമേറിയ സമയത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കും. But do you know one thing? പക്ഷെ ഒരു കാര്യം If അറിയാമോ? you have a connection with God, നിങ്ങൾക്ക് ദൈവവുമായി ഒരു ബന്ധമുണ്ടെങ്കിൽ he will flatten everything before you. എല്ലാ കാര്യങ്ങളെയും പ്രശ്നങ്ങളെയും നിന്റെ മുൻപിൽ അവൻ സമതലമാക്കും. Hallelujah. Hallelujah. Deep inside him, in his spirit, he had a direct link with the highest authority in the universe. അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അകത്തു നിന്നും അത്യുന്നതനായ ദൈവത്തിലുള്ള വലിയൊരു ബന്ധം അവനുണ്ടായിരുന്നു. Hallelujah. Hallelujah. If you know that you are connected with this God, you are protected. Your life is protected. You have the favor of the Lord. ഈ ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണ്. Now, because of his spiritual life, അവന്റെ ആത്മീയ ജീവിതം കൊണ്ട്, because of his connection with this true God, ഈ സത്യദൈവവുമായിട്ടുള്ള അവന്റെ ബന്ധം കൊണ്ട്, he was put in the den of hungry lions. അവൻ വിഷം നിറഞ്ഞിരിക്കുന്ന സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെട്ടു. Hallelujah. Hallelujah. But he had favor with those hungry lions. ആ വിഷം ഇരിക്കുന്ന സിംഹങ്ങളുടെ ഇടയിലും അവന് പ്രീതി ലഭിച്ചു. Hallelujah. Hallelujah. They did not touch him. ആ സിംഹങ്ങൾ അവനെ തൊട്ടില്ല. He was sleeping on the lions. ആ സിംഹത്തിന്റെ മേൽ കിടന്നവൻ ഉറങ്ങി. Hallelujah. Hallelujah. Somebody shout hallelujah. ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. Clap your hands and shout, I have the favor of the Lord. കരങ്ങളെ ചേർത്തടിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുക, എനിക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചിരിക്കുന്നു. ബ്രദറിൻ്റെ പേര് ബിനോയ് എന്നാണ്. തനിക്ക് 1 വർഷമായി പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. Okay. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തനിക്ക് ചിക്കൻ കഴിക്കാനോ അതുപോലെ എരിവ് ഉള്ളതൊന്നും കഴിക്കാൻ തനിക്ക് കഴിയുന്നില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തൻ്റെ വയറിന് വേദനയും അസഹനീയമായ വേദനയും അതോടൊപ്പം തന്നെ അത് രക്തം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് രക്തം നിർത്താതെ ശക്തമായി പൊയ്ക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ജൂലൈ 14-ാം തീയതി അത് ഓപ്പറേഷൻ ചെയ്തു. അതെ, ഓപ്പറേഷൻ ചെയ്തതിന് ശേഷവും പിന്നീടും അതേപോലെ തന്നെ വേദനയും രക്തം പൊയ്ക്കൊണ്ടേയിരുന്നു. അത് കാരണം എനിക്ക് നേരെ ഒന്ന് കിടക്കാൻ കഴിയുന്നില്ല.
തൻ്റെ കാലുകൾക്കെല്ലാം മരവിപ്പും അങ്ങനെയുള്ള വലിയ അസ്വസ്ഥതയുമായിരുന്നു, വലിയ വേദനയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ജൂലൈ 23-ാം തീയതി നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോഗ്രാമിൽ ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പൈൽസ് രോഗമുള്ള വ്യക്തികൾ സൗഖ്യമാകുന്നു. പ്രത്യേകിച്ച് ഈ ദിവസം പൈൽസ് രോഗം സൗഖ്യമാകുന്നുണ്ട്. ഒത്തിരി പേരുടെ പൈൽസ് രോഗം കൂട്ടമായി സൗഖ്യമാകുകയാണ്. താൻ പറയുന്ന അപ്പോൾ തന്നെ യേശു തന്നെ തൊട്ടു. അതുവരെ ഉണ്ടായിരുന്ന ആ വേദന തൻ്റെ ശരീരത്തെ ഒരു മരവിപ്പ് പോലെ വന്നു. ശേഷം തൻ്റെ ശരീരത്തിന് ആരോഗ്യം വീട് കിട്ടി. താൻ നേരെ കിടന്നു. അദ്ദേഹം പറയുന്ന അന്ന് തന്നെ തൻ്റെ ശരീരം പോകുന്ന ബ്ലഡ് പിന്നെ ഒരിക്കലും പോയിട്ടില്ല. ഇപ്പോൾ ആരോഗ്യത്തോടെ തനിക്ക് ഓടി നടന്ന് എല്ലാം ചെയ്യാൻ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. യേശു തന്നെ തൊട്ടു എന്ന് താൻ പറയുന്നത്. സന്തോഷമുള്ളവരെല്ലാം കൈകൾ അടിച്ച യേശുവിന് നന്ദി പറയാം. ഇത്രയും ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു രോഗം ബാധിച്ച ആ മോൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവെ, ഈ മോനെ സൗഖ്യമാക്കിയ കർത്താവ് ഇന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് രോഗം എന്താണെങ്കിലും കർത്താവ് നീ സൗഖ്യം കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഈ മകന് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. തന്നെയും അനുഗ്രഹിക്കുന്നു. ലജ്ജ കൂടാതെ കർത്താവിൻ്റെ സാക്ഷിയായി നിന്ന നിമിത്തം തന്നെ അനുഗ്രഹിക്കണമേ, തൻ്റെ ഭാവി അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. ഈ സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും സ്പർശിച്ച് അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പക്ഷേ രോഗമാകാം, ഏതെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടാകാം. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ഓരോരുത്തരുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തൈറോയിഡ് പ്രശ്നം മൂലം വലിയ പ്രയാസത്തിലായിരിക്കുന്ന വ്യക്തികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. എല്ലാ ത്വക്ക് രോഗങ്ങളും അലർജികളും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഒരു മാസത്തിൽ തന്നെ പല പ്രാവശ്യം പനിയും അസ്വസ്ഥതയും വന്ന് അതെന്തിൻ്റെയോ ഒരു സിംറ്റമാണ് എന്ന് വിചാരിച്ച് വല്ലാതെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ആർത്രൈറ്റിസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള കരൾ രോഗങ്ങൾ, കരളിനെ സംബന്ധിച്ച രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. കാൽമുട്ടുകൾ, ഒരുപക്ഷെ നീ റീപ്ലേസ്മെൻറ്റ്, കാൽമുട്ട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ചെയ്യണമെന്ന് ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞു കാണും. പക്ഷേ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം നടക്കട്ടെ. എല്ലാ തരത്തിലുള്ള ക്യാൻസർ രോഗവും യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അൾസർ സൗഖ്യമാകട്ടെ. ഹാർട്ട് ഡിസീസുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഡാലിയ എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. സ്റ്റൊമക്കിന്, ഈ വയറിനോടനുബന്ധിച്ചുള്ള ചില രോഗങ്ങൾ കൊണ്ട് കഴിഞ്ഞ ചില മാസങ്ങളായി വളരെ പ്രയാസപ്പെടുന്ന ഡാലിയ, യേശു കർത്താവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവെ, ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തിയിലേക്കും അങ്ങ് പകരുന്നതിനാൽ നന്ദി പറയുന്നു. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വസിക്കണം. മെഡിക്കൽ റിപ്പോർട്ട് എന്തായിരുന്നാലും കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവെ, നീ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ ഒരൊറ്റ കാര്യത്താൽ വിവാഹബന്ധം വേർപിരിയുവാൻ വരെ ചിന്തിക്കുന്ന ദമ്പതികൾ എന്നാൽ ഒരുമിച്ച് കർത്താവിൽ വിശ്വസിച്ചാൽ കർത്താവ് അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും.
കർത്താവ് ഓരോരുത്തരെയും സ്പർശിച്ചതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. വളരെ പ്രത്യേകമായൊരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള വിവിധ പുസ്തകങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ സന്ദേശങ്ങളുടെ CD-കൾ അവൈലബിളാണ്. ബ്ലെസ്സിങ് ടുഡേയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻ നമ്പറിൽ വിളിച്ച് ആവശ്യപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച റാന്നിയിലും ശനിയാഴ്ച കിളിമാനൂരുമാണ്. ഈ 2 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കും നിങ്ങളുടെ അടുക്കൽ വന്ന്, നിങ്ങളുടെ വീട്ടിൽ വന്ന് വ്യക്തിപരമായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്ലീസ് ഡു കം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നിങ്ങളെ എങ്ങനെ അനുഗ്രഹിച്ചു എന്നറിയുവാൻ താല്പര്യമുണ്ട്. ഇപ്പോഴേ തയ്യാറാകുക, ഇപ്പോഴേ പ്രാർത്ഥിച്ച് ഒരുങ്ങുക. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നാളെ ഈ സമയത്ത് നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആൻഡ് യുവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞ ശിഷ്യനാര്? Who said that he would lay down his life for Jesus? Options: A. Philippos, B. യൂദാ ഇസ്കറിയോത്ത, C. തോമസ്, D. ശിമയോൻ പത്രോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABCORD സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.